ജൂലൈ 21 VS ഒന്നാം ചരമവാർഷിക ദിനം പെരുമ്പാവൂരിൽ അനുസ്മരണ സമ്മേളനം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് സ്മരണാഞ്ജലി. CPIM പെരുമ്പാവൂർ ഏരിയയിലെ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശനൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പെരുമ്പാവൂർ ടൗണിലെ 2 ലോക്കൽ കമ്മിറ്റികളിലെ സഖാക്കൾ ഒന്നിച്ച് VSന്റെ അനുസ്മരണം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. എല്ലാ 39-40 പ്രത്യേകത കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയത് 1939 അവസാനമാണ്. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പിണറായി പാറപ്പുറത്തുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനതല രാഷ്ട്രീയകാര്യ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനം സമാപിക്കുമ്പോൾ ആ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് പിരിയുന്നത്. അതിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കൃഷ്ണപിള്ള പഴയ കോൺഗ്രസ് പാർട്ടി നേതാവാണ്. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കോൺഗ്രസ് എസിന്റെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കേരളം മുഴുവൻ ഒളിവിലും തെളിവിലും പ്രവർത്തിച്ച ആളാണ്. കൃഷ്ണപിള്ള നടക്കാത്ത വഴിയില്ല. ആ കൃഷ്ണപിള്ള അങ്ങനെ വന്നു അവിടെ മില്ലിലെ തൊഴിലാളികളെ കണ്ട്, കയർ ഫാക്ടറിയിലെ തൊഴിലാളികളെ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഊർജ്ജസ്വലനായ ഒരു പയ്യന് പരിചയപ്പെട്ടു. ആ പയ്യന്റെ പേരാണ് VS അച്യുതാനന്ദൻ. 10, 15, 16 വയസ്സുള്ളേ. ഈ സൗഹൃദത്തിലൂടെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാക്കി. പാർട്ടി ഉണ്ടായിട്ട് 1 കൊല്ലമേ ഉള്ളൂ, 1 വർഷമായിട്ടുള്ളൂ. പാർട്ടി മെമ്പറാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവണമെങ്കിൽ നമുക്കറിയാം അന്ന് സംഘടനാപരമായ ചട്ടക്കൂടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ 18 വയസ്സാണ് പ്രായം. അന്ന് ഈ കടലാസിൽ പ്രായമൊന്നും ചിലപ്പോ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കാൻ പറ്റാത്ത കാലമാണ്. 17ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവുകയാണ് ചെയ്തു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായ VS അച്യുതാനന്ദൻ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കുട്ടനാടൻ പാടശേഖരത്തിലേക്ക് മാറ്റി. കുട്ടനാടൻ പാടശേഖരത്തിലേക്ക് ജീവന് കൂടിയുള്ളാരും പ്രവർത്തനം മാറ്റില്ല. അങ്ങനെ കുട്ടനാടൻ പാടശേഖരത്തിന്റെ പ്രത്യേകത അത് അറബിക്കടലിന് താഴെയാണ്. അവിടെ കൃഷ്ണപിള്ള VSനെ ചുമതലപ്പെടുത്തി അവിടെ എത്തിക്കുമ്പോൾ തൊഴിലാളി ആരും പേടിച്ചു വരില്ല. കാരണം എന്താ? ജന്മിക്കെതിരായി മിണ്ടിയാൽ കൊല്ലും. ഒറ്റ ചവിട്ടി വെട്ടി മട പൊളിച്ച് വെള്ളത്തിലേക്ക് ഒഴുക്കിവിടും. അന്നത്തെ കുട്ടനാടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ വേദന തകഴി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയാണ് VSനെ ചുമതലപ്പെടുത്തുന്നത്. ആ പോക്കിൽ സഖാക്കളെ, ആ പോക്കൊരു പോക്കായിരുന്നു. VS തന്നെ പറഞ്ഞു തൊഴിലാളി പേടിച്ചു അടുക്കില്ല. അങ്ങനെയാണ് VS ഈ നീട്ടിയും കുറുക്കനുമുള്ള പ്രസംഗം ആരംഭിച്ചത്. ഡോക്ടർ PS സുബിൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം, നേതാക്കളായ VP ഖാദർ, ഷീല സതീശൻ, PC ബാബു എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റ് കോംപ്ലക്സിൽ ചേർന്ന യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷക്കാലം തികയുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്താകെയും പെരുമ്പാവൂർ ഏരിയ അതിർത്തിയിലും രാവിലെ പതാക ഉയർത്തിയും
ഇന്ന് വൈകുന്നേരം ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഇങ്ങനെ ഒരു മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങനെ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. സഖാവ് VS-നെ സ്മരിക്കുമ്പോൾ 1940 അദ്ദേഹത്തിന് 17 വയസ്സ് പൂർത്തീകരിച്ച സമയത്താണ് അദ്ദേഹത്തെ CPM-ന്റെ കേരള സംസ്ഥാനത്തെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള അദ്ദേഹത്തെ നമ്മുടെ ആലപ്പുഴയിൽ പ്രദേശങ്ങളിലെല്ലാം കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതിനും കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കെല്ലാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത്. ആ കടമ അദ്ദേഹം 17 വയസ്സ് മുതലുള്ള പ്രവർത്തനം കാര്യക്ഷമമായി തന്നെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായ സമരം നടത്തിയിട്ടുള്ള സഖാവ് ബ്രിട്ടീഷുകാരനും പുന്നപ്പുഴയിലെയും ആലപ്പുഴയിലുമെല്ലാം ജന്മകുടുംബങ്ങളടക്കം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ധീരസമരത്തെ പട്ടാളത്തിന്റെ തോക്കിനു മുമ്പിൽ പോലും ഇരുമാറ് കാണിച്ചുകൊണ്ട് മുന്നിട്ടുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള സഖാവാണ് സഖാവ് VS. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.